ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ ജീര റൈസ് ആണ്. കോളിഫ്ലവർ ധാരാളം ഫൈബറും വൈറ്റമിൻ ഇ, സി, ആൻറ്റി ഓക്സിഡൻറ്റ്സ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ്. നിങ്ങൾക്ക് റൈസിന് പകരമായിട്ട് എന്തെങ്കിലും ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഈ റെസിപ്പി തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഇത് വളരെയധികം ഹെൽത്തിയും ടേസ്റ്റിയുമാണ്. അപ്പോൾ കോളിഫ്ലവർ ജീര റൈസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ കോളിഫ്ലവർ ജീര റൈസിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്സ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കോളിഫ്ലവർ ആണ്. വലിയൊരു കോളിഫ്ലവർ ഞാൻ ഫുഡ് പ്രോസസ്സറിൽ ഇട്ട് ഗ്രേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇത് സാധാരണ ഗ്രേറ്ററിലും ഇട്ട് നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. നന്നായി പൊടി പോലെ ഗ്രേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അടുത്തതായി വേണ്ടത് ഗീ ആണ്. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കുന്നത്. തായ് ചില്ലി നല്ല എരിവുള്ളതിനാൽ ഒരു ചെറിയ എണ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. സാധാരണ പച്ചമുളക് എടുത്താൽ 3 or 4 എണ്ണം എടുക്കാവുന്നതാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. ഉപ്പ് ആവശ്യാനുസരണം. ജീരകം 2 ടീസ്പൂൺ. ചെറിയ ജീരകമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് പെരുംജീരകവും എടുക്കാം. കറിവേപ്പില ആവശ്യാനുസരണം. കറിവേപ്പില ഇല്ല എങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയും ഉപയോഗിക്കാവുന്നതാണ്. So now let's get started with the cooking. ആദ്യമായി പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. മീഡിയം ഹീറ്റിലാണ് ഞാൻ പാൻ വച്ചിരിക്കുന്നത്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് നെയ്യ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. എന്നാൽ 2 ടേബിൾ സ്പൂണെങ്കിലും ഒഴിച്ചെങ്കിലേ ഈ കോളിഫ്ലവർ ജീര റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. നെയ്യെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അതിലേക്ക് 2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നു. ജീരകം പൊട്ടി മൂത്ത് വരുമ്പോഴേക്കും അത് ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാതിരിക്കാൻ അത് ഉപകാരപ്രദമായിരിക്കും. ഇപ്പോൾ ഇവിടെ ജീരകം മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നോക്കൂ, കോളിഫ്ലവർ ചെറുതായി ഗ്രേറ്റ് ചെയ്തുകൊണ്ട് അത് കണ്ടാൽ തന്നെ അരിമണി പോലെ ഉണ്ട് അല്ലേ? ഇത് വളരെ ഈസി റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതെല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഈ റെസിപ്പി നമ്മൾക്ക് വെജ് കുറുമയുടെ കൂടെയോ അല്ലെങ്കിൽ എൻ്റെ ഈസി ചിക്കൻ റെസിപ്പിയുടെ കൂടെയോ മട്ടൺ കുറുമയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. വളരെ ഈസിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇവിടെ ഞാൻ 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കണം. ഇളക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കൂടുതൽ ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇവിടെ വീണ്ടും ഞാൻ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനിയും അടച്ചു വെച്ച് 2-3 മിനിറ്റ് വരെ വേവിക്കാം. ഇടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കുവാൻ മറക്കരുതേ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കോളിഫ്ലവറൊക്കെ നന്നായി വെന്ത് ഇത്തിരി നിറം മാറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് ഒരു സെർവിങ് ബൗളിലോട്ടോ പ്ലേറ്റിലോട്ടോ മാറ്റാം. ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒരു 5 മിനിറ്റ് എടുക്കൂ ഇതുണ്ടാക്കാൻ. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ഫൈനൽ റിസൾട്ട്, ഈസി കോളിഫ്ലവർ ജീര റൈസ്. ഇത് വെരി യമ്മി ഡിഷാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഭയങ്കര ഡിലീഷ്യസ് മാത്രമല്ല, ഇത് ഭയങ്കരമായിട്ട് ഹെൽത്തി റെസിപ്പി കൂടിയാണ്. പ്ലീസ് ലൈക്ക് മൈ റെസിപ്പി, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അടുത്ത പ്രാവശ്യം കാണുന്നവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.